അറബി വ്യാകരണം ദർസ് അന്നഹ്വുൽ വാദിഹ്. ഓഡിയോ 5, ദർസ് 5. അൽ മഫ്ഊലു ബിഹി, കർമ്മ, ഒബ്ജക്റ്റ്. അൽ അംസില, ഉദാഹരണങ്ങൾ. ഷദ്ദത്തിൽ മീതു അൽ ഹബല, ഷദ്ദ കെട്ടി. അത്തിൽ മീതു വിദ്യാർത്ഥി, അൽ ഹബല കയറിനെ, കയറ് കെട്ടി എന്നർത്ഥം. തൊവത്ത് അൽ ബിന്തു അസൗബ, തൊവത്ത് അൽ ബിന്തു അസൗബ. ചേർത്ത് പറയുമ്പോൾ തൊവത്തിൽ ബിന്തു എന്ന് പറയും. തൊവത്ത് എന്നാണ് ശരിക്കും ഒറിജിനൽ. തൊവത്ത് ചുരുട്ടി, അൽ ബിന്തു പെൺകുട്ടി, അസൗബ വസ്ത്രത്തെ. പെൺകുട്ടി വസ്ത്രം ചുരുട്ടി, അല്ലെങ്കിൽ മടക്കി വെച്ചു. വസ്ത്രം മടക്കി വെക്കുകയെന്നറിയില്ലേ, അതാണ് മടക്കി വെച്ചു. അക്കല ദിഅ്ബു അൽ ഖറൂഫ, അക്കല തിന്നു, അൽ ദിഅ്ബു ചെന്നായ, അൽ ഖറൂഫ ആട്ടിൻകുട്ടിയെ, ചെന്നായ ആട്ടിൻകുട്ടിയെ തിന്നു. യർബഹു സാബിഖു ജായിസതൻ, മത്സര വിജയി സമ്മാനം നേടുന്നു. യർബഹു പറഞ്ഞാൽ സമ്മാനം നേടുന്നു അർത്ഥത്തിന്. സാബിഖു മത്സര വിജയി, സബക്കാറ മുൻകടക്കുന്ന ആളാണ് വിജയി, മത്സരത്തിൽ വിജയിക്കുന്ന ആൾ. ജായിസത്തൻ സമ്മാനം, പ്രൈസ്. യസ്വീദു സഅലബു അദ്ദജാജത, യസ്വീദു വേട്ടയാടുന്നു. സ്വാദ യസ്വീദു. അസഅലബു ഒട്ടകം, അല്ല അസഅലബു കുറുക്കൻ, അദ്ദജാജത കോഴിയെ, കുറുക്കൻ കോഴിയെ വേട്ടയാടുന്നു. ആട്ടിപ്പിടിച്ച് തിന്നാൻ വേണ്ടി. യബിയുൽ ഖസ്വാബു അൽ ലഹ്മ, യബിയു വിൽക്കുന്നു, അൽ ഖസ്വാബു ബച്ചർ, അതായത് പിന്നെ ഇറച്ചി വെട്ടുകാരൻ, കശാപ്പുകാരൻ. അൽ ലഹ്മ ഇറച്ചി, കശാപ്പുകാരൻ ഇറച്ചി വിൽക്കുന്നു. അൽ ബഹ്സ്. കുല്ലു ജുംലത്തിൻ മിനൽ ജുമലി സാബിഖത്തി മുറക്കബത്തുൻ മിൻ ഫിഅലിൻ വാഹിദിൻ വമിൻ ഇസ്മൈനി, മുൻകഴിഞ്ഞ ജുംലകളിൽ ഓരോ ജുംലയും, എല്ലാ ജുംലകളും ഒരു ഫിഅല് കൊണ്ടും 2 ഇസ്മു കൊണ്ടും ഉണ്ടാക്കപ്പെട്ടതാണ്, രൂപപ്പെട്ടതാണ്. ഒരു ഇസ്മിൽ നിന്നും, ഒരു ഫിഅലിൽ നിന്നും 2 ഇസ്മിൽ നിന്നും. ഇതിലൊക്കെ ഒരു ഫിഅലും ഉണ്ട്, 2 ഇസ്മും ഉണ്ട്, അല്ലേ? അൽ ഇസ്മുൽ അവ്വലു ഹുവല്ലദീ സമ്മൈനാഹു ഫാഇലൻ, ഇതിൽ ഒന്നാമത്തെ ഇസ്മിനെയാണ് നമ്മൾ ഫാഇൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്. പ്രവൃത്തി ചെയ്ത ആൾ ഫാഇൽ. ലിഅന്നൽ ഫിഅല സ്വദറ അൻഹു, കാരണം പ്രവൃത്തി അയാളിൽ നിന്നാണ് ഉണ്ടായത്. വഇദാ ബഹസ്നാ ഫിൽ അംസിലത്തി സലാസത്തിൽ ഉല, ആദ്യത്തെ 3 ഉദാഹരണങ്ങളിൽ നാം ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ റഅയ്ന നമുക്ക് കാണാം, അന്നൽ ഇസ്മൽ സാനി ഫി കുല്ലി മിസാലിൻ, എല്ലാ ഉദാഹരണത്തിലും രണ്ടാമത്തെ ഇസ്മ എന്നത് വഹുവ, അതേതാണ്? അൽ ഹബ്ലു, അൽ ഹബ്ല, അസ്സൗബ, അൽ ഖറൂഫ. അങ്ങനെ ഹുവല്ലദീ വഖഅൽ ഫിഅലു അലൈഹി, ആ ഇസ്മിൽ ആണ്, അതിലാണ് പ്രവൃത്തി സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ വിദ്യാർത്ഥി കെട്ടി, എന്തിനെ കെട്ടി? ഹബിൽ. അപ്പോൾ കെട്ട് എന്നുള്ള പ്രവൃത്തി സംഭവിച്ചിട്ടുള്ളത് കയറിലാണ്, അല്ലേ? തൊവത്ത് മടക്കി വെച്ചു, അൽ ബിന്തു പെൺകുട്ടി, എന്തിനാണ് മടക്കി വെച്ചത്? മടക്കി വെക്കുക എന്നുള്ള പ്രവൃത്തി സൗബിലാണ് സംഭവിച്ചിട്ടുള്ളത്. അക്കല തിന്നു, അൽ ദീബു ചെന്നായ, അൽ ഖറൂഫ ആട്ടിൻകുട്ടിയെ. അപ്പോൾ തിന്നുക എന്ന പ്രവൃത്തി ചെയ്ത ഫായില് അദ്ദീബ്, അത് ആരിലാണ് സംഭവിച്ചത്? അൽ ഖറൂഫ് ആട്ടിൻകുട്ടിയിലാണ് ഈ തീറ്റ സംഭവിച്ചിട്ടുള്ളത്. തീറ്റയ്ക്ക് വിധേയമായത് ആട്ടിൻകുട്ടിയാണ്, അപ്പം അത് ഖറൂഫാണ്. ഹുവല്ലദീ വഖഅൽ ഫിഅലു അലൈഹി, ആ രണ്ടാമത്തെ ഇസ്മാണ്, രണ്ടാമത്തെ ഇസ്മാണ് ഫിഅൽ സംഭവിച്ചിട്ടുള്ളത്. ഫൽ ഫിഅലു ഹുവ ഷദ്ദുല്ലദീ ഹസല മിന തിൽമീദി, അപ്പോൾ ഷദ് എന്ന ഫിഅൽ, കെട്ടുക എന്ന ഫിഅൽ, കെട്ടൽ എന്ന ഫിഅൽ, അത് തിൽമീദിൽ നിന്ന് സംഭവിച്ചത് വഖഅൽ ഹബ്ലി, അത് ഹബിലിന്മേൽ സംഭവിച്ചു, കയറിന്മേൽ. വത്തയ്യു ചുരുട്ടുക, മടക്കി വെക്കൽ എന്ന പ്രവൃത്തി, അല്ലദീ ഫഅലത്തുൽ ബിന്തു പെൺകുട്ടി പ്രവർത്തിച്ച പ്രവൃത്തി, വഖഅൽ സൗബി വസ്ത്രത്തിന്മേൽ സംഭവിച്ചു. വൽ അക്ലുല്ലദീ സദറ മിന ദീബി ചെന്നായിൽ നിന്ന് സംഭവിച്ച തീറ്റ എന്ന പ്രവൃത്തി, അത് വഖഅൽ ഖറൂഫി ആട്ടിൻകുട്ടിയിൽ സംഭവിച്ചു. ഫത്തിൽമീദു വൽ ബിന്തു വദ്ദീബു കുല്ലു വാഹിദിൻ മിൻ ഹാദിഹി ഫാഇൽ, അപ്പോൾ ഈ പറഞ്ഞവരൊക്കെ ഫായിലാണ്.
തിൽമീദ് ബിൻത്ത് ദിബ് വൽ ഹബ്ലു വസ്സൗബു വൽ ഖറൂഫ് കുല്ലു വാഹിദും മിൻ ഹാദിഹി വഖഅ അലൈഹിൽ ഫിഅൽ. അതിന്മേലാണ് ഫിഅൽ സംഭവിച്ചത്. വൈസമ്മ മഫ്ഊലൻ ബിഹി, അതിനെ എന്ത് പറയും? മഫ്ഊലുൻ ബിഹി എന്ന് പറയും. ഏത് ആരിലാണോ പ്രവൃത്തി സംഭവിച്ചത്, അതിൻ്റെ ഫലം അനുഭവിച്ചത്, അതിനാണ് മഫ്ഊലുൻ ബിഹി. വകദാലിക യുഖാലു ഫി ബഖിയത്തിൽ അംസില, മറ്റു ഉദാഹരണങ്ങൾ ബാക്കി ഉദാഹരണങ്ങളിൽ ഇപ്രകാരം പറയപ്പെടും. وإذا تأملنا أواخر الأسماء التي تدل على المفعول به وجدناه منصوبة. وإذا تأملنا നാം പരിശോധിച്ചാൽ ശ്രദ്ധിച്ചാൽ أواخر الأسماء التي أواخر الأسماء എന്നാണ് വരട്ടോ, ആന്നല്ല. أواخر الأسماء التي تدل على المفعول به, മഫ്ഊൽ ബിഹി മേൽ അറിയിക്കുന്ന ഇസ്മുകളുടെ അവസാനത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ, അവസാനത്തെ അക്ഷരത്തിൻ്റെ യൗറാബ് ശ്രദ്ധിച്ചാൽ വജദ്നാഹു മൻസൂബത്തൻ, അത് നസ്ബ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? അക്കല ദിബു അൽ ഖറൂഫ, അക്കല തിന്നു, ഫിഅൽ മാദി മബ്നിയുൻ അലൽ ഫതഹ്, ഫതഹിന്മേൽ മബ്നിയാണ്, എപ്പോഴും മബ്നിയാണ് ഫതഹിന്മേൽ. അദ്ദിബു ഫാഇൽ മർഫൂഉ ബിൽ ദമ്മത്ത് കൊണ്ട് റഫ്ആക്കപ്പെട്ടതാണ്, അത് റഫ്ആണ്. റഫ് ചെയ്യുന്നത് പലപ്പോഴും ലമ്മു കൊണ്ടാണ് ഇപ്പോഴും. പിന്നെ അൽ ഖറൂഫ അത് മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബിൽ ഫതഹത്ത് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടതാണ്. ജറ് മജ്റൂറാണെങ്കിൽ ജറാക്കപ്പെട്ടതാണ്. ജറ് ചെയ്യുന്നത് സാധാരണഗതിയിൽ കസ്റത്ത് കൊണ്ടാണ്, നസ്ബ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഫതഹത്ത് കൊണ്ടാണ്, റഫ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ദമ്മത്ത് കൊണ്ടാണ്. അല്ലാതെയും ചിലതുണ്ട്, അതിനെ പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അൽ ഖവായിദുകൾ അൽ മഫ്ഊലു ബിഹി ഇസ്മുൻ മൻസൂബുൻ വഖഅ അലൈഹി ഫിഅലുൽ ഫാഇലി. മഫ്ഊലു ബിഹി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു ഇസ്മാണ്, മൻസൂബുൻ നസ്ബാക്കപ്പെട്ട, വഖഅ അലൈഹി അതിമേൽ സംഭവിച്ചിരിക്കുന്നു, ഫിഅലുൽ ഫാഇലി ഫാഇലിൻ്റെ പ്രവൃത്തി, കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവൻ്റെ പ്രവൃത്തി. അപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി സംഭവിച്ചിട്ടുള്ള നസ്ബാക്കപ്പെട്ട ഇസ്മാണ് മഫ്ഊലു ബിഹി, കർമ്മം, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചർ ടോട്ട് എ ലെസൺ, ടീച്ചർ അധ്യാപകൻ, ടോട്ട് വെർബ്, ടീച്ചർ സബ്ജക്റ്റ്, എ ലെസൺ ഒബ്ജക്റ്റ്, അതാണ് മഫ്ഊലുൻ ബിഹി. മനസ്സിലായില്ലേ? എന്തിനാണ് പഠിപ്പിച്ചത്? ആ പാഠത്തെയാണ് പഠിപ്പിച്ചത്. ആര്? ടോട്ട്. ടീച്ചർ ടോട്ട് ദ സ്റ്റുഡൻറ്റ്, ടീച്ചർ വിദ്യാർത്ഥിയെ പഠിപ്പിച്ചു. ആരെയാണ് പഠിപ്പിച്ചത്? വിദ്യാർത്ഥി. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്നുള്ള മഫ്ഊലുൻ ബിഹിയാണ്, ഒബ്ജക്റ്റ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ 2 മഫ്ഊലുൻ ബിഹിയൊക്കെ ഉണ്ടാവും, 2 ഒബ്ജക്റ്റ് ഉണ്ടാവും. പാഠത്തിനെ പഠിപ്പിച്ചു, ആരെ പഠിപ്പിച്ചു, എന്തിനെ പഠിപ്പിച്ചു, അതൊക്കെ മഫ്ഊലുൻ ബിഹിയാണ് വരിക. മനസ്സിലായില്ലേ? തംറീൻ 1, ഇസ്തഖ്രിജ് അൽ മഫ്ഊല ബിഹി മിനൽ ജുമലിൽ ആതിയത്തി. താഴെ തന്നിരിക്കുന്ന ജുംലകളിൽ നിന്ന് മഫ്ഊൽ ബിഹിയെ വേർതിരിക്കാനാണ്. 1, മസ്സഖൽ ഉലാമു അൽ വറഖ, മസ്സക്ക കീറി, അൽ ഉലാമു കുട്ടി, അൽ വറഖ ഇലയെ. ഇല എന്നും പേപ്പർ എന്നും പറയാം, പേപ്പർ കീറി എന്ന് പറയാം, ഇല കീറി എന്ന് പറയാം, രണ്ടാണെങ്കിലും ശരിയാണ്. വറക്ക് പേപ്പറിനും പറയും. ഹലബത്തിൽ ഫതാത്തു അൽ ബഖറത്ത, ഹലബത്ത് കറന്നു, അൽ ഫതാത്തു യുവതി, അൽ ബഖറത്ത പശുവിനെ, യുവതി പശുവിനെ കറന്നു. ഹലബ എന്ന് പറഞ്ഞാൽ പാല് കറക്കുന്ന പ്രവർത്തിക്കാണ് അത് ഉപയോഗിക്കുക. സ്ത്രീ ആയതുകൊണ്ടാണ് ഹലബത്ത് എന്ന് ഉപയോഗിച്ചത്. ഇപ്പോൾ ഇവിടെ ഹലബർ റജുലു, റജുലാണെങ്കിൽ ഹലബർ റജുലു എന്നാ പറയാം. മനസ്സിലായില്ലേ? ഐഖള റഅദു അന്നായിമ, ഐഖള ഉണർത്തി, ഐഖള ഉണർത്തി, അർ റഅദു ഇടി, അന്നായിമ ഉറങ്ങുന്നവനെ. അപ്പോൾ അന്നായിമ എന്നുള്ള മഫ്ഊലുൻ ബിഹിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് മഫ്ഊൽ ബിഹി അതൊക്കെയെന്ന് പറയുന്നത്? മസ്സഖൽ ഉലാമു അൽ വറഖ, അൽ വറഖ എന്നുള്ളതാണ് മഫ്ഊലുൻ ബിഹി. ഹലബത്തിൽ ഫതാത്തു അൽ ബഖറത്ത, അൽ ബഖറത്ത മഫ്ഊലുൻ ബിഹി, അൽ ഫതാത്തു ഫായില്. മനസ്സിലായേ? ഐഖള റഅദു അന്നായിമ, അന്നായിമ മഫ്ഊലുൻ ബിഹി. അകലൽ ഹിമാറു അൽ ഫൂല, അകല തിന്നു, അൽ ഹിമാറു കഴുത, അൽ ഫൂല ഫൂല തിന്നു, ഫൂല മഫ്ഊലുൻ ബിഹി. സ്വന അൻ നജ്ജാറു കുർസിയൻ, സ്വന ഉണ്ടാക്കി, നജ്ജാർ അൻ നജ്ജാറു ആശാരി, കുർസിയൻ എന്ത് കസേര, ആശാരി കസേര ഉണ്ടാക്കി. അപ്പോൾ കുർസിയൻ മഫ്ഊലുൻ ബിഹി കേട്ടോ. റമ സ്വയ്യാദു അഷബക്കത്ത, റമ എറിഞ്ഞു, അസ്വയ്യാദു വേട്ടക്കാരൻ, അല്ലെങ്കിൽ മീൻപിടുത്തക്കാരന് ഒക്കെ പറയാം. അഷബക്കത്ത വല, മീൻ പിടിക്കണേനും മീൻ പിടിക്കുന്ന ആളും സ്വയ്യാദ് എന്ന് പറയും കേട്ടോ.
തബഹത്തിൽ മർഅത്തു അത്ത്വാമ, തബഹത്ത് വേവിച്ചു, അൽ മറത്തു സ്ത്രീ, അത്ത്വാമ ഭക്ഷണത്തെ. അപ്പോൾ സ്ത്രീ ഭക്ഷണം വേവിച്ചു. അത്ത്വാമ എന്നുള്ള മഫ്ഊലുൻ ബിഹി. അബ്സറ റജുലു അൽ ഹിലാല. അപ്പോൾ അൽ ഹിലാല എന്നുള്ളത് ചന്ദ്രനാണ്. അതാണ് മഫ്ഊലുൻ ബിഹി. അവിടെ തംരീൻ 2. വായിൽ അസ്മാഇൽ ആതിയ ഫി ജുമലിൻ ബിഹൈസ് യകൂനു കുല്ല വാഹിദി മിൻഹുമ മഫ്ഊലൻ ബിഹി. താഴെ തന്നിരിക്കുന്ന ഇസ്മുകളെ ഓരോന്നും മഫ്ഊലുൻ ബിഹായി വരത്തക്ക വിധത്തിൽ ജുംല ഉണ്ടാക്കാനാണ്. അസ്സുഅബാൻ സർപ്പം, അന്നാഫിദ ജനൽ, അൽ ഹിദാഇ ചെരുപ്പ്, റൈഷു കിതാബൻ അത് പുസ്തകം ഗ്രന്ഥം, അൽ ഹദീഖ തോട്ടം, അൽ ബൽഹ് ബൽഹ് എന്ന് പറഞ്ഞാൽ പച്ച കാരക്ക, പച്ച ഈത്തപ്പഴം, കാരക്ക എന്നല്ല ഈത്തപ്പഴം. അൽ ഫർസ് കുതിര, അൽ ഫർസ് നിക്കാരം ഫർസു. അൽ മാ വെള്ളം. തംരീൻ 3. അല്ലാഹു മഫ്ഊലൻ ബിഹി മുനാസബൻ ലികുല്ലി ജുംലത്തിൻ മിനൽ ജുമലിൽ ആതിയത്തി. താഴെ ചേർത്തിരിക്കുന്ന ജുംലകളിൽ ഓരോ ജുംലക്കും യോജിച്ച മഫ്ഊലുൻ ബിഹി പറയാനാണ്. അക്കലൽ ഖിത്തു പൂച്ച തിന്നു. എന്താ തിന്നത്? നമ്മൾ ചേർക്കണം. എന്താ തിന്നത്? പൂച്ച എന്താ തിന്നത്? അസ്സമക്ക മത്സ്യത്തെ, അസ്സമക്ക ഓർത്ത് അങ്ങനെ പഠിക്കണ്ടേ. അക്കലൽ ഖിത്തു അസ്സമക്ക. അൽ ഖിത്തു എന്നുള്ളത് ഫായിലാണ്, അതുകൊണ്ട് റഫ് ആണ്. ഖിത്തു, ഖിത്ത ഖിത്തി പറയാൻ പറ്റില്ല. അക്കല തിന്നു. അര തിന്ന്? അൽ ഖിത്തു പൂച്ച. എന്തിനെ തിന്നു നമ്മൾ ആലോചിക്കണം. എന്തെങ്കിലും അല്ല തിന്നുക. പൂച്ച തിന്നുന്ന സാധനം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ പൂച്ച തിന്നുന്നത് ഇവിടെ സാധാരണ രീതിയിൽ മത്സ്യം പൂച്ചക്ക് ഇഷ്ടമുള്ള സാധനമല്ലോ. ആ സമക്ക, സമക്കൊന്നും എഴുതരുത്. യസ്റഉൽ ഫല്ലാഹു, യസ്റഉ കൃഷി ചെയ്യുന്നു. അൽ ഫല്ലാഹു കർഷകൻ. എന്ത്? അൽ അറുസ നെല്ല്, അൽ ഖുംഹ ഗോതമ്പ്. യബിനിൽ ബന്നാവു, യബിനി ഉണ്ടാക്കുന്നു, നിർമ്മിക്കുന്നു. അൽ ബന്നാവു കൺസ്ട്രക്ചർ, അൽ ബൈത്ത വീട്. മസ്സഖ് അൽ വലതു അൽ വറത്ത, മസ്സഖ കീറി, അൽ വലതു കുട്ടി പേപ്പർ, അൽ വറക്ക. തഖീത്തു അൽ ബിന്തു അസൗബ, തഖീത്തു തുന്നുന്നു, സ്റ്റിച്ചിങ്. അൽ ബിന്തു പെൺകുട്ടി, അസൗബ വസ്ത്രത്തെ. കസറ അൽ ഹവാഉ, കസറ എന്ന് പറഞ്ഞാൽ എന്താണ് പൊട്ടിന്നോ? ഇവിടെ എന്താ അതിൻ്റെ ആശയക്ക് ശരിക്ക് മനസ്സിലായില്ല. ഹവ പറഞ്ഞാൽ പിന്നെ വായുവാണ്, കാറ്റ്, വായു. കസറൽ ഹവാവു അഷജറ എന്ന് പറഞ്ഞ പൊട്ടിച്ചു, അതായത് കാറ്റ് മരത്തിനെ പൊട്ടിച്ചു എന്ന്. യൻഷുറു നജ്ജാറു, യൻഷുറു പരത്തുന്നു, അൻ നജ്ജാറു, നജ്ജാറു ആശാരി, ആശാരി എന്താണ് പരത്തുന്നത്, വിതർന്നു എന്നുള്ളത്. യബിഉൽ ബദ്ദാലു, വസലത്തിൽ മറത്തു, വസലത്ത് കുളിച്ചു, സ്ത്രീ ആയതാണ് വസലത്ത് എന്ന് പറഞ്ഞത്. റജുലാണെങ്കിൽ വസലർ റജുലു, വസലത്തിൽ മർഅത്തു കുളിച്ചു. വസലത്ത് എന്നാകുമ്പം അവിടെ മഫ്ഊലുൻ ബിഹി വരാൻ സാധ്യത കുറവാണ്. വസ്സല എന്നായിരിക്കും അവിടെ ശ്രദ്ധുണ്ടോ? വസ്സല, വസ്സലത്ത് എന്നാണെങ്കിൽ കുളിപ്പിച്ചു. അൽ മർഅത്തു അത്തിഫില കുട്ടിയെ. വസ്സലത്താണെങ്കിൽ അൽ മർഅത്തു, മർഅത്തു കുളിപ്പിച്ചു. ആരെ കുളിപ്പിച്ചു? അൽ അത്തിഫില കുട്ടിയെ. അത്തിഫില മഫ്ഊലുൻ ബിഹി. കുളിച്ചു എന്നാകുമ്പോൾ പിന്നെ മഫ്ഊലുൻ ബിഹി എങ്ങനെ ചേർക്കാൻ അറിയാം. അല്ലാഹു ഫാഇലൻ വ മഫ്ഊലൻ ബിഹി ലികുല്ലി ഫിഅലിൻ മിനൽ അഫ്ആലിൽ ആതിയതി. താഴെ തന്നിരിക്കുന്ന ഫിഅലുകൾക്കൊക്കെ ഫായിലും മഫ്ഊലും ബിഹി ഉണ്ടാക്കിയിട്ട് ജുംല ഉണ്ടാക്കാനാണ്. അത് ഉണ്ടാക്കണം. അർത്ഥം പറഞ്ഞു പോവാ. ഖത മുറിച്ചു, നവ്വഫ വൃത്തിയാക്കി, അകല തിന്നു, യഹ്മിലു വഹിക്കുന്നു ചുമക്കുന്നു, യൗസിലു കുളിക്കുന്നു, അല്ലെങ്കിൽ കഴുകുന്നു, ഇഹ്തറമ ആദരിച്ചു, ആഖബ ശിക്ഷിച്ചു, യഹ്ഫദു മനപ്പാടമാക്കുന്നു. കേട്ടോ. തംരീൻ 5. ഇജാൽ അഹദൽ ഇസ്മൈനി അല്ലദൈനി ബൈന ഖൗസൈനി ഫാഇല. ഇവിടെ ബ്രാക്കറ്റിൽ 2 ബ്രാക്കറ്റുകൾ ഇല്ല ഇടയിലുള്ള 2 ബ്രാക്കറ്റുകൾക്കിടയിലുള്ള 2 ഇസ്മുകളുണ്ട്. അതിനെന്ത് ചെയ്യുക? അതിലൊന്നിനെ ഫായിലാക്കണം. വൽ ആഖറ മഫ്ഊലൻ ബിഹി, രണ്ടാമത്തേനെ മഫ്ഊലുൻ ബിഹി ആക്കണം. രണ്ടാമത്തേതല്ല മറ്റേതിനെ, ഒന്നിനെ ഫായിലും ഒന്നിനെ മഫ്ഊലുൻ ബിഹി ആക്കണം. ഫി ജുമല മുഫീദ്, എന്നിട്ട് ആ ജുംലത്ത് മുഫീദ് ആക്കണം. അൽ വലതു അൽ മാ, അപ്പോൾ അസ്സഫീനത്തു അൽ ഹവ,
അൽ ഹിറു അൽ ലഹ്മ, വലത് കുട്ടി മാ വെള്ളം, സഫീന കപ്പൽ, ഹവാ കാറ്റ് അല്ലെങ്കിൽ എന്ത് എയർ, ഹിറ് പൂച്ച, ലഹ്മ് ഇറച്ചി മാംസം, അരിസാല കത്ത് അല്ലെങ്കിൽ എഴുത്ത് സന്ദേശം, ഖാദിം വേലക്കാരൻ, അൽ ഗസാൽ മാൻ, അൽ അസദു സിംഹം, അത്തിൽമീദു വിദ്യാർത്ഥി, അദ്ദർസു പാഠം. അപ്പോൾ ഇവിടെ ഗസാല് മാൻ. അപ്പം അക്കലൽ അസദു അൽ ഗസാല. ശരിയല്ലേ? ഒരു ഉദാഹരണം പറയാം. അക്കല തിന്നു, അൽ ഗസാലു പറയാൻ പറ്റില്ല, മാന് സിംഹത്തിനെ തിന്നൂലല്ലോ, സിംഹം മാനെ തിന്നുക. അപ്പോൾ അക്കലൽ അസദു അൽ ഗസാല അങ്ങനെയാണ് ഉണ്ടാക്കുക. ശരിയേ? അക്കലൽ അസദ്. അതേപോലെ തിൽമീദും ദർസും കൊടുത്തിരിക്കുന്നത്. അപ്പം എന്താണ്? തഅല്ലമ തിൽമീദു അദ്ദർസ, അല്ലെങ്കിൽ ഖറ തിൽമീദു അദ്ദർസ, അല്ലെങ്കിൽ കത്തബ തിൽമീദു അദ്ദർസ. ശരി, വിദ്യാർത്ഥി പാഠം എഴുതി, വിദ്യാർത്ഥി പാഠം വായിച്ചു, വിദ്യാർത്ഥി പാഠം പഠിച്ചു എന്നൊക്കെ. തംരീൻ 6. ഹാദി അർബ ജുമലിൻ യകൂനുൽ മഫ്ഊലു ബിഹി ഫിൽ ഊല മിനൽ ഇൻസാനി വഫി സാനിയ മിനൽ ഹയവാൻ വഫി സാലിസ മിനൽ നബാത്ത് വഫിൽ അഖീറ മിനൽ ജമാദ്. 4 ജുംല ഉണ്ടാക്കാനാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തതിൽ മനുഷ്യൻ മഫ്ഊൽ ബിഹി ആയിട്ട് വരണം, രണ്ടാമത്തതിൽ ഒരു മൃഗം മഫ്ഊൽ ബിഹി ആയിട്ട് വരണം, മൂന്നാമത്തതിൽ ഒരു ചെടി മഫ്ഊൽ ബിഹി ആയിട്ട് വരണം, നാലാമത്തതിൽ ഒരു ജീവല്ലാത്ത വസ്തു മഫ്ഊൽ ബിഹി ആയിട്ട് വരണം. ആ രൂപത്തിൽ ഉണ്ടാക്കണം. അഭ്യാസമാണ്. തംരീൻ 7 ഫിൽ ഇൻഷാ. ഹാദി ഹംസ ജുമലിൻ തകൂനു കലിമ അൽ ഖുംഹ് ഫി കുല്ലി മിൻഹ മഫ്ഊലൻ ബിഹി. ഖുംഹ് ഗോതമ്പ്, അത് മഫ്ഊലുൻ ബിഹി ആയിട്ട് വരുന്ന 5 ജുംല ഉണ്ടാക്കാൻ. ഹാദി ഹംസ ജുമലിൻ തകൂനു കലിമ അൽ ഖുത്ൻ കോട്ടൺ പരുത്തി ഫി കുല്ലി മിൻഹ മഫ്ഊലൻ ബിഹി. കുത്തിന് മഫ്ഊലുൻ ബിഹി ആയിട്ട് വരുന്ന 5 കലിമത്ത് ഉണ്ടാക്കാൻ, 5 ജുമല ഉണ്ടാക്കാൻ. നമൂദജ് ഉദാഹരണം. അടുത്ത് തംരീനാണ്. ഇനി തംരീനാണ് അടുത്ത 8ാമത്തെ തംരീൻ. ഇഗ്റാബിലുള്ള തംരീനാണ്. ഇഗ്റാബ് പറഞ്ഞാൽ ഇഗ്റാബ് പറയാം, റഫ് ആണോ നസ്ബാണോ, അതേപോലെ എന്താണ് പിന്നെ ഓരോ പദം ഉള്ളതെന്ന്. ഹമല അൽ ജമലു അൽ ഹത്തബ. ഹമല വഹിച്ചു, അൽ ജമലു ഒട്ടകം, അൽ ഹത്തബ വിറകിനെ, ഒട്ടകം വിറക് വഹിച്ചു. ഹമല ഫിഅലു മാദി മബ്നിയുൻ അലൽ ഫത്ഹ്. മബ്നി ഉണ്ടാവും, മുഅറബ് ഉണ്ടാവും. മബ്നി എന്ന് പറഞ്ഞാൽ അതിന് മാറ്റം വരില്ല, എപ്പോഴും ഒരേപോലെ കാരണം. മുഅറബ് എന്ന് പറഞ്ഞാൽ ഇഗ്റാബ് മാറും. അപ്പം വലതു എന്ന് പറയും, വലദി എന്ന് പറയും, വലദ എന്ന് പറയും, ഓരോ സന്ദർഭം അനുസരിച്ച്. ശരിയല്ലേ? ഇപ്പം ഹമല ജമലു, അൽ ജമലു ഫാഇൽ മർഫൂഉ ബിൽ ദമ്മ. ഫാഇൽ മർഫൂഉ ബിൽ ദമ്മ, ഫായിലാണ് ദമ്മത്ത് കൊണ്ട് റഫ് ചെയ്യപ്പെട്ടത്. അൽ ഹത്തബ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബിൽ ഫത്ഹ, ഫത്ഹത്ത് കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടത്. ഹമല ഫിഅലു മാദി, അൽ ജമലു ഫായിലു മർഫൂൻ ബിൽ ദമ്മ എന്ന് വേണമെങ്കിൽ പറയാം. അൽ ഹത്തബ ഫായിലു മർഫൂൻ, ഫായിലല്ല, അത് തെറ്റിപ്പോയി. ഹത്തബ എന്നുള്ള മഫ്ഊലുൻ ബിഹി ആണ് കേട്ടോ. ഇവിടെ നെറ്റിൽ കൊടുത്തത് തെറ്റിയാണ്. മഫ്ഊലുൻ ബിഹി മർഫൂൻ മൻസൂബ് എന്നാണ് കേട്ടോ. അൽ ഹത്തബ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബിൽ ഫത്ഹ എന്നാണ് കേട്ടോ. മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബിൽ ഫത്ഹ എന്നാണ്. തെറ്റിയത് ശ്രദ്ധിക്കണം. അതിലെങ്ങനെയാണ്? അതിൽ ഉത്തരം ഉണ്ടാവില്ല അല്ലേ? ഉണ്ടോ? ഈ ചോദ്യമല്ലേ? യകുലു ദിഅബു അഷാത്ത, യകുലു തിന്നുന്നു, ദിഅബു ചെന്നായ, അഷാത്ത ആടിനെ. യകുലു ഫിഅലു മുദാരി, അദ്ദിഅബു ഫാഇലു മർഫൂഉ, അഷാത്ത മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബിൽ ദമ്മ. അദ്ദിഅബു ഫാഇലു മർഫൂഉ ബിൽ ദമ്മ. പിന്നെ അഷാത്ത മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബിൽ ഫത്ഹ, ഫത്ഹത്തുകൊണ്ടല്ലേ നസ്ബ്. അങ്ങനെ. ഇനി അടുത്ത് ആരിബ് അൽ ജുംലത്തൈനിൽ ആത്തിയത്തിന്, താഴെ തന്നിരിക്കുന്ന 2 ജുംലകളെ ഇഅ്റാബ് ചെയ്യാൻ. സ്വാദൽ ഉലാമു സമക്കത്തൻ, സ്വാദ വേട്ടയാടി, മീൻ പിടിച്ച് എന്നുള്ള അർത്ഥത്തിലാണ്. ഉലാമു കുട്ടി, സമക്കത്തൻ മത്സ്യത്തെ, കുട്ടി മത്സ്യം പിടിച്ചു. സ്വാദ ഫിഅലു മാദി, അൽ ഉലാമു ഫാഇലു മർഫൂഉ ബിൽ ദമ്മ, സമക്കത്തൻ മഫ്ഊലുൻ ബിഹി മൻസൂബ് ബിൽ ഫത്ഹ. മനസ്സിലായില്ലേ? തജ്മഉൽ ബിന്തു അൽ അസ്ഹാറ, തജ്മഉ ശേഖരിക്കുന്നു, അൽ ബിന്തു പെൺകുട്ടി, അൽ അസ്ഹാറ സഹർ പുഷ്പം, അസ്ഹാർ പുഷ്പങ്ങൾ, അൽ അസ്ഹാറ പുഷ്പങ്ങളെ. തജ്മഉ ഫിഅലു മുദാരി, അൽ ബിന്തു ഫാഇൽ മർഫൂഉൻ ബിൽ ദമ്മ, അൽ അസ്ഹാറ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ ബിൽ ഫത്ഹ. അൽ മുവാസനത്തു ബൈനൽ ഫാഇൽ വൽ മഫ്ഊൽ ബിഹി, വൽ മഫ്ഊൽ ബിഹി, ഫാഇലും മഫ്ഊൽ ബിഹിയും തമ്മിലുള്ള താരതമ്യം, കമ്പാരിസൺ. അൽ അംസില ഉദാഹരണങ്ങൾ. യജുറുൽ ഇൻസാനു ഹിസാനു അൽ അജലത്ത, യജുറു വലിക്കുന്നു, അൽ ഹിസാനു കുതിര,
അൽ അജലത്ത വണ്ടി, കുതിരവണ്ടി വലിക്കുന്നു. യജുറു ഖതഫൽ ഉലാമു അസ്സഹറത്ത ഖതഫ പറിച്ചു അൽ ഉലാമു കുട്ടി അസ്സഹറത്ത പുഷ്പത്തെ, കുട്ടി പുഷ്പം പറിച്ചു. റബത്തത്ത് ഫാത്തിമത്തു അൽ ജദിയ, റബത്തത്ത് കെട്ടി, ഫാത്തിമത്തു ഫാത്തിമ അൽ ജദിയ, ജദിയ എന്ന കൊറ്റനാട് ആണാട് കേട്ടോ. ഫാത്തിമ കൊറ്റനാടിനെ കെട്ടി, കെട്ടി എന്ന് പറഞ്ഞാൽ കയറുകൊണ്ട് ഇങ്ങനെ ബന്ധിച്ചു. യസ്ഖി അൽ ഫല്ലാഹു അസ്സറ, യസ്ഖി നനക്കുന്നു അൽ ഫല്ലാഹു കർഷകൻ അസ്സറ കൃഷിയെ, കർഷകൻ കൃഷി നനക്കുന്നു. ഖദഫ അൽ ലാഇബു അൽ ഖുറത്ത, ഖദഫ എറിഞ്ഞു, അൽ ലാഇബു കളിക്കാരൻ പ്ലെയർ, അൽ ഖുറത്ത ഫുട്ബോൾ പന്ത്, ഫുട്ബോൾ പന്ത് എന്ന് പറഞ്ഞാൽ മതി. ഖദഫ അൽ ലാഇബു അൽ ഖുറത്ത പ്ലെയർ കളിക്കാരൻ പന്തെറിഞ്ഞു. ഹബസ അഷുർത്തിയു അൽ ലിസ്വ, ഹബസ അറസ്റ്റ് ചെയ്തു, അഷുർത്തിയു പോലീസുകാരൻ, അൽ ലിസ്വ കള്ളനെ. ശരി, അപ്പം ഹബസ അറസ്റ്റ് ചെയ്തു. പിന്നെ അന്നത്താഴ്ച ഇതിൻ്റെ റിസൾട്ട് അറഫ്ന മിമ്മ മാള, ഈ കഴിഞ്ഞതിൽ നമുക്ക് മനസ്സിലായി. വൻ ആരിഫു മിൻ തഅമ്മുലി അംസലത്തി സാബിഖ, ഈ തൊട്ട് കഴിഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി, നമുക്ക് അറിയാൻ പറ്റും. അത് പരിശോധിച്ചാൽ മായെത്തി താഴെ പറയുന്ന കാര്യം. ഒന്ന്, അന്ന കുല്ല ഫായിലും വ കുല്ല മഫ്ഊലിൻ ബിഹി ഇസ്മുൻ, ഫായിലും മഫ്ഊലും ബിഹി രണ്ടും ഇസ്മാണ്, നാമാണ്, ഫിയലല്ല അല്ലേ. അന്നൽ ഫായില ഹുവല്ലദീ സ്വദറ അൻഹുൽ ഫിയലു, ഫായിലിൽ നിന്നാണ് ഫിയൽ ഉണ്ടാകുന്നത്, ചെയ്യുന്ന ആൾ ആണ് ഫായിൽ അല്ലേ. അന്നൽ മഫ്ഊല ബിഹി ഹുവല്ലദീ വഖഅ അലൈഹിൽ ഫിയൽ, ഫിയൽ സംഭവിക്കുന്നത് ആണ് മഫ്ഊൽ ബിഹിൽ, മനസ്സിലായില്ലേ. മഫ്ഊൽ ബിഹിലാണ് ഫിയൽ സംഭവിക്കുന്നത്, ക്രിയ സംഭവിക്കുന്നത്. അന്നൽ ഫായില ആഖിറുഹു മർഫൂൻ, ഫായിലിൻ്റെ അവസാനം മർഫൂആണ്, റഫ്ആക്കപ്പെട്ടതാണ്. അന്നൽ മഫ്ഊല ബിഹി ആഖിറുഹു മൻസൂബൻ, മഫ്ഊൽ ബിഹിൻ്റെ അവസാനം നസ്ബാക്കപ്പെട്ടതാണ്. അത്രയാണ്.